ഹായ് പീപ്സ്, രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് ചിയാസീൻ്റെ വാട്ടറൊക്കെ കുടിക്കുകയാണ് ഞാൻ. എനിക്ക് കുറേ പരിപാടികളുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്നെനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. ഫസ്റ്റ് തന്നെ എനിക്ക് 2 ഹാമ്പർ ബോക്സസ് ആണ് പാക്ക് ചെയ്യേണ്ടത്, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, എനിക്കൊരു പേജ് ഉണ്ടെന്ന്, ബ്ലിസ് ബി ബൈ ഭാവന. സോ ഇന്ന് എനിക്കത് ഫുൾ പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓർഡർ എനിക്ക് അയക്കാനാണുള്ളത്. അപ്പോൾ അത് അയക്കണം, അല്ലെങ്കിൽ മൊത്തം കുളമാകും. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പാർലറിൽ പോകണം, ത്രെഡ് ചെയ്യണം, വാക്സ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. കാരണം കോസ് ഫെസ്റ്റ് ഈസ് അറൗണ്ട് ദ കോർണർ ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹീൽസും കൂടെ തപ്പാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് ചെയ്യണം. പിന്നെ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ ഡാൻസ് വീഡിയോ എടുക്കാനുണ്ട്. സോ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നോക്കാം ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്നിലും മടിച്ച് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കാറുള്ളത് കൊണ്ട് അറിയാൻ പാടില്ല എന്താണ്. പിന്നെ എനിക്ക് തീരെ വയ്യ, അത് വേറൊരു സൈഡിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പല്ല് തേക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ടൂത്ത് ബ്രഷും പിന്നെ അതേപോലെ ഫേസ് വാഷുമാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ടൂത്ത് ബ്രഷ് ഇലക്ട്രിക്കാണ് കേസ്, അതിൻ്റെ ഷോയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പല്ലിന് ഇനാമലിന് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് ബെറ്റർ എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ അതൊക്കെ പല്ല് കഴിഞ്ഞ് താഴോട്ടിറങ്ങിയപ്പോൾ ഇതൊക്കെ കുറേ കപ്പയൊക്കെ അമ്മൂമ്മ കൃഷിയിടത്തുനിന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടായ 2 പഴമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരപ്പം ഒരു കള്ളക്കറി എടുത്തുള്ളൂ, കാരണം എനിക്ക് തീരെ വയ്യ, അപ്പം ഫുഡൊന്നും കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ എൻ്റെ പാക്കിങ്ങിലേക്ക് കടന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് ഓർഡേഴ്സ് പാക്ക് ചെയ്യണം. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ 2 ഹാമ്പർ ബോക്സസ് ആണ്. അപ്പോൾ ഇതാണ് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ബോക്സ് ഉണ്ട്, പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ പോളറോയിഡ്സും പിന്നെ അതേപോലെ മിനി ഫ്രെയിംസും ഒരു ചെറിയ ഒരു നോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അന്നേരം തന്നെ രാവിലെ തന്നെ കയറിയിരുന്നു. രാവിലെ എന്ന് പറഞ്ഞിട്ട് 10-11 മണിയായപ്പോൾ, കാരണം എങ്കിലത് തീരുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇതേപോലത്തെ ഹാമ്പർ ബോക്സസോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജാണ് പ്ലീസ് ബി ബൈ ഭാവന. ഓക്കെ, അപ്പം ഞാൻ പാക്കിങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ എനിക്കിതെല്ലാം പാക്ക് ചെയ്തൊരു സെറ്റാക്കി വെച്ചിട്ട് വേണം ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. പിന്നെ ഇത് നമുക്ക് ഒരെണ്ണം ഇന്ന് തന്നെ ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവറിക്ക് കൊടുക്കണം. അത് നമ്മൾ തന്നെ കൊണ്ടുപോയാണ് ഡെലിവറിക്ക് കൊടുത്തത്. പിന്നെ ഒരെണ്ണം ചെന്നൈക്കാണ്. അപ്പോൾ അതും എനിക്ക് പാക്കെല്ലാം ചെയ്ത് സെറ്റ് ചെയ്യണം, കാരണം സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് അയക്കാൻ പറ്റില്ല, നാളെ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് നടക്കാത്തതുകൊണ്ട് ഞാൻ അച്ഛനെയും കൂടെ ഹെൽപ്പിന് വിളിച്ചു. അപ്പോൾ അച്ഛൻ പാക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് ബോക്സസ് ഒക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനും അനിയനും പുറത്ത് പോയി ഡെലിവറി ഒക്കെ ചെയ്തു, ചെറിയ ഷോപ്പിംഗ് നടത്തി. ഞാൻ എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞല്ലേ. ഞാൻ എൻ്റെ ഓർഡേഴ്സ് 2 ഹാമ്പർ ബോക്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഒരെണ്ണം ഞാൻ ഡെലിവറി ചെയ്തു, ഒരെണ്ണം എനിക്ക് നാളെ അയക്കാനുണ്ട്. ടു ചെന്നൈ ആണത്. സോ ഇറ്റ്സ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പം അത് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ അച്ഛൻ കൊണ്ടതായിരിക്കും, കാരണം ഞാൻ നാളെ ബാക്ക് ടു ട്രിവാൻഡ്രം പോവാണ്. ആൻഡ് എൻ്റെ റൂം ഇപ്പം കണ്ട ഒരു ഭ്രാന്താലയം പോലുണ്ട്. ഞാൻ പിന്നെ ഒരു ഷോപ്പിങ്ങിന് പോയി ഒരു ചപ്പലൊക്കെ വാങ്ങിട്ടോ ബാറ്റയിൽ നിന്ന്. അപ്പം ഇപ്പം എൻ്റെ റൂമിന് എനിക്ക് ഫുൾ ക്ലീൻ ആക്കണം. ഇപ്പോൾ ടൈം 8:30 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ കുളിക്കണം, കുറച്ച് കാര്യങ്ങൾ, നാളത്തെ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ ഉണ്ടാക്കണം, ഇനിയുണ്ട് കുറേ വീഡിയോ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇത്ര ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഓക്കെടാ, ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എൻ്റെ റൂമിൻ്റെ മെസ്സവസ്ഥ നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകുമ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ഓക്കെടാ, ബൈ.